Hello friends, welcome back to the yet another video of Learn by Online Learning Plan. എൻ്റെ പേര് ദേവസാഗർ. BPSC 105 എന്ന കോഡുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. വി ഹാവ് ടു കവർ ഓൾമോസ്റ്റ് 12 യൂണിറ്റ്സ്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. നേച്ചർ, സ്കോപ്പ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്. ഇത് പാർട്ട് 1 വീഡിയോ ആയിരിക്കും. ഈ ഒരു യൂണിറ്റ് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും കവർ ചെയ്യുന്നത്. മൂവിങ് ഫോർവേഡ്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, നേച്ചർ ആൻഡ് സ്കോപ്പ്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, അതായത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ നേച്ചർ എന്താണ്, അതിന്റെ പ്രകൃതം എന്താണ്, അതുപോലെ തന്നെ അതിന്റെ സ്കോപ്പ് എന്താണെന്നാണ് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നീട് വരുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആൻഡ് കമ്പാരിറ്റീവ് ഗവൺമെന്റ്. അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ ആണ്. എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, എന്താണ് കമ്പാരിറ്റീവ് ഗവൺമെന്റ്, അതെങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ. അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, ഇറ്റ്സ് യൂട്ടിലിറ്റി. ഈ കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സിലൂടെ നമുക്ക് എന്തെങ്കിലും യൂട്ടിലിറ്റി ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിസൺ മാത്രമാണോ, അല്ലെങ്കിൽ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും കണ്ടുപിടിക്കാൻ മാത്രമാണോ നമ്മൾ ഈ കമ്പാരിറ്റീവ് സ്റ്റഡിനെ ആശ്രയിക്കുന്നത് എന്നാണ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് ഈസ് അബൌട്ട് കമ്പയറിംഗ് പൊളിറ്റിക്കൽ ഫിനോമിന. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പയറിംഗ് പൊളിറ്റിക്കൽ ഫിനോമിന, അല്ല ഡിഫറെന്റ് കൺട്രീസിൽ ഹാപ്പൻ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഫിനോമിനാസിനെ പറ്റി നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ ബ്രിട്ടൻ ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, USA ആയിക്കോട്ടെ, അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പയർ ചെയ്യാണ്. UK നമുക്കറിയാം എന്താണ്, പാർലമെന്ററി സുപ്രീമസിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പാർലമെന്റ് ഉണ്ടെങ്കിൽ കൂടി പാർലമെന്ററി സുപ്രീമസി അല്ല. ലെജിസ്ലേച്ചറിനും അതുപോലെ തന്നെ ജുഡീഷ്യറിക്കും ഈക്വൽ ആയിട്ടുള്ള പവർ ഉണ്ട്. പിന്നെ USA വരുമ്പോൾ അവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവർണൻസ് ആണ്. ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. അവിടുത്തെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും കണ്ടെത്തുക, അതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ദ പ്രൈമറി ഗോൾ ഈസ് ടു എൻകംബേഴ്സ് ദ മേജർ പൊളിറ്റിക്കൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ കൺട്രീസ് അറൌണ്ട് ദ വേൾഡ്. അതാണ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ആപ്പിൾ ആയാലും ഒരു ഓറഞ്ച് ആയാലും വരെ നമ്മൾ കമ്പയർ ചെയ്യും. അത് ടേസ്റ്റിൽ ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ അതിന്റെ പ്രൈസിൽ ഡിഫറെന്റ് ആണ്, അതിന്റെ സ്ട്രക്ചറിലും ടെക്സ്ചറിലും ഒക്കെ ഡിഫറെന്റ് ആണ്. ആ ഒരു മെത്തേഡ് നമ്മൾ പൊളിറ്റിക്സിലേക്ക് അപ്ലൈ ചെയ്യാണ്. അതാണ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ദ എംഫസൈസ് ഈസ് ഓൺ ഹൗ ഡിഫറെന്റ് സൊസൈറ്റീസ് കോപ്പ് വിത്ത് വേരിയസ് പ്രോബ്ലംസ് ബൈ മേക്കിംഗ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. അപ്പം ഈ കമ്പാരിസൺ എന്തിനാണ് നടത്തുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഫോർ ജസ്റ്റ് എ സേക്ക് ഓഫ് കമ്പാരിസൺ. നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ മാത്രമല്ല, അതിന്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ മാത്രമല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് പല പല കൺട്രീസിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രിയിലേക്ക് അതായത് ഇന്ത്യയിലേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഒരു കൺട്രിയിലേക്കാണെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ജനറൽ തിയറി അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഡിമൈസ് ഓഫ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് ലിബറൽ ഡെമോക്രസി ഹാസ് ബി കൺസീവ്ഡ് ബൈ മോസ്റ്റ് കൺട്രീസ്. അതായത് 1990s സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഡിമൈസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡിസിന്റഗ്രേഷൻ സംഭവിച്ച സമയത്ത് ഇവിടെ സോഷ്യലിസ്റ്റ് ഐഡിയോളജിന്റെ ഒരു ഫെയിലിയർ ആണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ ഒരു സ്റ്റഡി ഒക്കെ നടന്നതിന് ശേഷമാണ് എല്ലാ ഇൻക്ലൂഡിങ് ഇന്ത്യ വരെ നമ്മൾ ഒരു ലിബറൽ ഡെമോക്രസിയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? സോഷ്യലിസ്റ്റ് ഐഡിയ ഒരു ഫെയിലിയർ ആണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ആ ഒരു ഇതൊരു കമ്പാരിസണിലൂടെയാണ് നമുക്ക് ഇതൊക്കെ സാധ്യമാകുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു സിമിലാരിറ്റീസും ഡിഫറൻസസും കണ്ടുപിടിക്കാൻ മാത്രമല്ല, പക്ഷെ നമ്മുടെ റീസെന്റ് പ്രോബ്ലംസ്, കണ്ടംപററി പ്രോബ്ലംസിന് ഒരു സൊല്യൂഷന് വേണ്ടിയാണ് നമ്മൾ കമ്പാരിറ്റീവ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്.
കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, നേച്ചർ ആൻഡ് സ്കോപ്പ്. അതിന്റെ നേച്ചറും സ്കോപ്പ് എന്താണ് നമുക്ക് നോക്കാം. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് എ മേജർ സബ് ഫീൽഡ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, വൺ ഓഫ് ദ 3 കോമ്പോണൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന മെയിൻ ആയുള്ള നേച്ചർ എന്താണ്? അത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സബ് ഫീൽഡ് ആണ്. വൺ ഓഫ് ദ 3 കോമ്പോണൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, വൺ ഓഫ് ദ 3 കോമ്പോണൻസ്. അപ്പം ബാക്കിയുള്ള 2 കോമ്പോണന്റ് എന്ന് പറയുന്നത് ഒന്ന് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറിയാണ്. അതിൽ പെടുന്നതാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പം പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സബ് ഫീൽഡ് ആണ്. പൊളിറ്റിക്കൽ സയൻസിൽ ചർച്ച ചെയ്യുന്ന എല്ലാ മാറ്റേഴ്സും സബ്ജക്ട് മാറ്റേഴ്സും ആണ് നമ്മൾ ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലും കമ്പാരിറ്റീവ് മെത്തേഡ് വെച്ച് ചർച്ച ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സബ് ഫീൽഡ് ആണ്. ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഹാസ് ബീൻ ഡിറ്റർമൈൻഡ് ഹിസ്റ്റോറിക്കലി ബൈ ചേഞ്ചസ് ഇൻ ദ സബ്ജക്ട് മാറ്റർ, വൊക്കാബുലറി, പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പം സബ്ജക്ട് മാറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്ന സബ്ജക്ട് മാറ്റേഴ്സ് തന്നെയാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലും പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഇലക്ഷനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, റെജീം ടൈപ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം ആ എല്ലാ സബ്ജക്ട് മാറ്ററും നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ ഒരു കമ്പാരിറ്റീവ് മെത്തേഡിൽ കൺട്രീസിനെ ഡിഫറെന്റ് കൺട്രീസിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, റെജീംസ് ആയിക്കോട്ടെ, അത് കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ സെയിം സബ്ജക്ട് മാറ്റർ ആണ്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ സെർട്ടൈൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെജീംസ് ഉണ്ട്. അതിൽ അതോറിറ്റേറിയൻ റെജീംസ് ഉണ്ട്, ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് റെജീംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാസിസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ റെജീംസ് ഉണ്ട്. അതാണ് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മീനിങ് ആണ്. അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലൂടെ, അതായത് റെജീം ടൈപ്സ്, പല റെജീം ടൈപ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതാണ് വൊക്കാബുലറിയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഫെമിനിസ്റ്റ് ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൺസർവേറ്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ട്, സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, ലിബറൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതോ സെയിം പൊളിറ്റിക്കൽ സയൻസിലെ കാര്യങ്ങൾ, സബ്ജക്ട് മാറ്റേഴ്സും വൊക്കാബുലറിയും പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവും തന്നെയാണ് ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലും ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, അതിന്റെ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് എ മേജർ സബ് ഫീൽഡ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അതാണ് ഇതിന്റെ മെയിൻ ആയുള്ള നേച്ചർ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഷെയർസ് ദ സബ്ജക്ട് മാറ്റേഴ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. നേരത്തെ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ പാർട്ടി, സോഷ്യൽ മൂവ്മെന്റ്. ഇത് സെയിം ആണ്. പൊളിറ്റിക്കൽ സയൻസും കമ്പാരിറ്റീവ് പൊളിറ്റിക്സും സെയിം സബ്ജക്ട് മാറ്റേഴ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. മൂവിങ് ഫോർവേഡ്, കമ്പാരിസൺസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. അപ്പൊ നമുക്ക് അതിന്റെ സ്കോപ്പ് എന്താണ് നോക്കാം. സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് അനാലിസിസ്. ദ മേജർ പർപ്പസ് ഓഫ് കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് കൺട്രീസ് നോട്ട് മിയർലി അബൌട്ട് ഫൈൻഡിങ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. നേരത്തെ പറഞ്ഞു, അത് മാത്രമല്ല അതിന്റെ മെയിൻ ആയുള്ള പേർപ്പസ്. പിന്നെ എന്താണ് അതിന്റെ പേർപ്പസ്? ഇറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റഡി ഓഫ് കൺട്രീസ് ഇൻ എ വൈഡർ ഫ്രെയിംവർക്ക് അബൌട്ട് ദ പൊളിറ്റിക്കൽ ഫിനോമിനൻ ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ്. അതായത് ഈ ഒരു സ്റ്റഡി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൺട്രിയിലെ വൈഡർ ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കമ്പാരിറ്റീവ് അനാലിസിസ് മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ഇന്ത്യനെ പറ്റി പഠിക്കുമ്പം, അല്ലെങ്കിൽ UK പറ്റി പഠിക്കുമ്പം, അല്ലെങ്കിൽ USA പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഫ്രിക്കനെ പറ്റി പഠിക്കുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും, ഡിഫറെന്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആയിരിക്കും, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ബ്യൂറോക്രസി ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ നോർത്ത് കൊറിയയില് എന്താണ് ഡിക്റ്റാറ്റർഷിപ്പ് ആണ്, മിലിറ്ററി ഡിക്റ്റാറ്റർഷിപ്പ് ആണ്. ഇന്ത്യയിൽ നോക്കുമ്പോൾ എന്താണ് ഒരു ലിബറൽ ഡെമോക്രസി ആണ്. അപ്പൊ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പം എല്ലാ കാര്യത്തിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. ത്രൂ സിസ്റ്റമാറ്റിക് ആൻഡ് കോൺഷ്യസ് അനാലിസിസ് ഇറ്റ് വിൽ ഹെൽപ് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ഫോർ പെർട്ടിക്കുലർ പ്രോബ്ലംസ്. അപ്പം ഇങ്ങനെ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലായിരിക്കോട്ടെ, ഇന്ത്യയിലായിരിക്കോട്ടെ, വേറെ ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും കൺട്രിയിൽ നടക്കുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഇതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് ലിബറൽ എക്കണോമിക് റിഫോംസ് ഇൻ 1990s ടു സ്റ്റെബിലൈസ് ദ എക്കണോമി. അപ്പം ഇതിന് മുന്നേ നമ്മൾ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു, ഫേബിയൻ സോഷ്യലിസം നെഹ്റു ഇൻട്രൊഡ്യൂസ് ചെയ്ത അതിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കൊരു എക്കണോമിക് ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ 1990s ലിബറൽ എക്കണോമിക് റിഫോംസ് അഡാപ്റ്റ് ചെയ്യാണ്. ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, ലിബറൽ കൺട്രീസ് ഇത് അഡോപ്റ്റ് ചെയ്യാണ്. അത് നമുക്ക് എന്താണ് കുറച്ചുകൂടി എക്കണോമി സ്റ്റെബിലൈസ് ആവാൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, ഈ ഒരു കമ്പാരിസണിലൂടെയാണ്, കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നതിലൂടെയാണ്. ഓക്കെ, അതാണ് പറയുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പാരിറ്റീവ് മെത്തേഡിലൂടെ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താനും പറ്റും. കമ്പാരിറ്റീവ് അനാലിസിസ് വുഡ് ഹെൽപ്പ് ഡീപ്പൺ അവർ അണ്ടർസ്റ്റാൻഡിങ്
ആൻഡ് ബ്രോഡൻ ദ ലെവൽസ് ഓഫ് ആൻസറിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് പൊളിറ്റിക്കൽ ഫിനോമിന. അപ്പം ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബ്രോഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി. എന്നിട്ട് അവിടെ എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനല്ല, അവിടെ ഒരു കാരണം വെച്ച് നമുക്ക് പറയാൻ പറ്റും, ഫാക്ട് വെച്ച് നമുക്ക് പറയാൻ പറ്റും അവിടെ എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു. ഓക്കെ, നോർത്ത് കൊറിയയിൽ അവിടെ ആളുകൾക്ക് ലിബർട്ടി, ഫ്രീഡം ഒന്നും ഇല്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? അവിടുത്തെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. അതുപോലെ തന്നെ ചൈനയിൽ സിംഗിൾ പാർട്ടിയാണ് ഭരിക്കുന്നത്, വേറൊരു പാർട്ടിക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണ്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിലൂടെ. മൂവിങ് ഫോർവേഡ്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആൻഡ് കമ്പാരിറ്റീവ് ഗവൺമെന്റ്, അതിന്റെ ഡിസ്റ്റിങ്ഷൻ എന്താണ്? അത് കമ്പാരിറ്റീവ് ഗവൺമെന്റ് എന്താണ്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണ് നമ്മൾ ഈ ഇതിൽ നോക്കാൻ പോകുന്നത്. ഇത് തുടക്കത്തിലെ ഞാൻ ഒരു ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി ഇതിന്റെ ഡിഫറൻസ് എന്താ. അതായത് നമുക്ക് ഒന്നുകൂടി നോക്കാം. കമ്പാരിറ്റീവ് ഗവൺമെന്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഗവൺമെന്റ് ടൈപ്സ് അക്രോസ് ദ കൺട്രീസ്. ഇപ്പം പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റിനെ പറ്റി പഠിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അരിസ്റ്റോട്ടിൽ ഹാഡ് സ്റ്റഡിഡ് ആൻഡ് കമ്പയർഡ് മോർ ദാൻ 150 കോൺസ്റ്റിറ്റ്യൂഷൻസ് in particular and come across with major 6 types of government in general. അപ്പം അരിസ്റ്റോട്ടിൽ ആണ് ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു 150 കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പയർ ചെയ്തതിന് ശേഷമാണ് 6 ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ആയിട്ട് വരുന്നത്. അതായത് എന്താണ്? ഐഡിയൽ ആൻഡ് പെർവേർട്ടഡ് ഫോംസ് ഓഫ് ഗവൺമെന്റ് ആയിട്ട് വരുന്നത് ഡെമോക്രസി, പൊളിറ്റി, മൊണാർക്കി, ഒളിഗാർക്കി, അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ ഫോം ഓഫ് ഗവൺമെന്റിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. അപ്പം അവിടെ എന്താണ്? ഗവൺമെന്റ് ടൈപ്പിന് അല്ലെങ്കിൽ റെജിം ടൈപ്പിനെ ജസ്റ്റ് കമ്പയർ ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് അതിനെപ്പറ്റി വൈഡർ ആയിട്ട് പഠിക്കാനൊന്നും നിന്നിട്ടില്ല. അവിടുത്തെ ഇലക്ഷനെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ പീപ്പിൾസിന്റെ പൊളിറ്റിക്കൽ ബിഹേവിയറിനെ പറ്റിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയോ ഒന്നും പഠിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഗവൺമെന്റിനെ കമ്പയർ ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് എ മോർ വൈഡർ സ്റ്റഡി ഓഫ് ദ എൻറ്റയർ പൊളിറ്റിക്സ് ഓഫ് ദ ഡിഫറെന്റ് കൺട്രീസ്. കമ്പാരിറ്റീവ് ഗവൺമെന്റിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ, ടൈപ്സിനെ പറ്റി. പക്ഷെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ ഒരു കൺട്രിയിലെ എല്ലാ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ പറ്റി പഠിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ്. കമ്പാരിറ്റീവ് ഗവൺമെന്റിനെക്കാട്ടും ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. റൊണാൾഡ് ചിൽക്കോട്ട് ആർഗ്യൂസ് ദാറ്റ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റഡിങ് ഗവൺമെന്റ്സ് ബട്ട് ഓൾസോ ഓൾ ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. എല്ലാ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും അതിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കുന്നതാവാം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെ പറ്റി, ട്രേഡ് യൂണിയൻസിനെ പോലെയുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെ പറ്റി പഠിക്കുന്നതാവാം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ പ്രാധാന്യത്തിനെ പറ്റി പഠിക്കുന്നതാവാം. പിന്നെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയേഴ്സ്, നമ്മൾ എന്ത് അക്കോർഡിംഗ്ലി ആണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത്, അതൊക്കെ പഠിക്കുന്നതാവാം. ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ മേജർലി ഇവിടെ ഒരു കാസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം വളരെ ഡൊമിനന്റ് ആണ്. ഗാഡ്ഗിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായി, ഇൻ ഇന്ത്യ പീപ്പിൾ ഡോണ്ട് കാസ്റ്റ് ദെയർ വോട്ട് ഫോർ കാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ മെയിൻലി കാസ്റ്റ് ഡൊമിനന്റ് പൊളിറ്റിക്സ് ആണ്. ഓക്കെ, അപ്പം പക്ഷെ ഔട്ട്സൈഡ് ഇന്ത്യ അവിടെ കാസ്റ്റ് അല്ല, ക്ലാസ് ആണ്. അപ്പം ഇങ്ങനത്തെ ഓരോ കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. അതാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു വൈഡർ കോൺസെപ്റ്റ് ഓഫ് കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആണ്. ദ പ്രോസസ് ഓഫ് ഡീകൊളോണൈസേഷൻ എസ്പെഷ്യലി ഇൻ ദ വേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ജനറേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് ന്യൂ നേഷൻസ്. ഓക്കെ, അപ്പം ഡീകൊളോണൈസേഷന് ശേഷമാണ് ഇത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് വ്യാപകമാകാൻ തുടങ്ങുന്നത്. ഇതിന് മുന്നേ എന്ന് പറയുന്നത് ഒരു യൂറോസെൻട്രിക് അപ്രോച്ച് ആയിരുന്നു. ഡീകൊളോണൈസേഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ആണ്. അപ്പൊ അതിനുശേഷം ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഏഷ്യ കൺട്രീസ് ഒക്കെ കുറെ കൺട്രീസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട്. അപ്പം അവരുടെ പൊളിറ്റിക്സിനെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത് ഡീകൊളോണൈസേഷന് ശേഷമാണ്. അതിനു മുന്നേ മിയർലി യൂറോസെൻട്രിക് അപ്രോച്ച് മാത്രമായിരുന്നു. ഓക്കെ, അടുത്ത സെക്ഷൻ ആണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ. അത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ എവല്യൂഷൻ എങ്ങനെയാണെന്നാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കുന്നത്. ദ ഒറിജിൻസ് ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, ഇവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തത്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ദ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ സ്റ്റഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 150 സ്റ്റേറ്റ്സ് ആൻഡ് ക്ലാസിഫൈഡ് ദം ഇൻടു എ ടൈപ്പോളജി ഓഫ് റെജീംസ്. അപ്പൊ നമുക്ക് ഇത് എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി. ഹി ഡിവൈഡഡ് റെജീംസ് ഇൻടു ഗുഡ് ആൻഡ് ബാഡ്, ഐഡിയൽ ആൻഡ് പെർവേർട്ടഡ്. അപ്പം അദ്ദേഹം ഗുഡ് ആൻഡ് ബാഡ് അല്ലെങ്കിൽ ഐഡിയൽ ആൻഡ് പെർവേർട്ടഡ് എന്ന ബേസിലാണ് ഈ ഒരു റെജീംസ് തരംതിരിച്ചത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു സയന്റിഫിക് റിസർച്ച് അല്ല അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു സോഷ്യൽ സയൻസ് അല്ലെ സോഷ്യൽ സയന്റിഫിക് റിസർച്ച് അല്ല അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഒരു നോർമാറ്റീവ് അല്ലെങ്കിൽ നോംസിനും വാല്യൂസിനും അദ്ദേഹത്തിന്റെ ഒരു മോറൽ ഐഡിയാസിനും ഒക്കെ
മോറൽ ഐഡിയാസിന്റെ ഒക്കെ ബേസിലാണ് ഈ ഒരു ഐഡിയൽ അല്ലെങ്കിൽ പെർവേർട്ടഡ് ഫോം എന്നുള്ള റെജീം ടൈപ്പോളജി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ ഫോളോവർ ആയിട്ട് വന്നിട്ടുള്ള മാക്യുവെല്ലി എന്ന് പറയുന്ന ഒരു മോഡേൺ തിങ്കർ ആണ്. അരിസ്റ്റോട്ടിൽ ക്ലാസിക്കൽ തിങ്കർ ആണ്, ക്ലാസിക്കൽ ഫിലോസഫർ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. മാക്യുവെല്ലി ഹാസ് ഡീൽഡ് വിത്ത് അനാലിസിസ് ഓഫ് മൊണാർക്കി ആൻഡ് റിപ്പബ്ലിക്. മൊണാർക്കിയും റിപ്പബ്ലിക്കും അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുണ്ടായി. അദ്ദേഹം എന്താണ് അരിസ്റ്റോക്രസിനെക്കാളും കൂടുതലായിട്ട് ഫേവർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊണാർക്കിയാണ്. പക്ഷെ മൊണാർക്കിയെക്കാളും ഫേവർ ചെയ്തിട്ടുള്ളത് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റിനായിരുന്നു. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പം അദ്ദേഹവും ഈ 2-3 ഗവൺമെന്റ് ടൈപ്പോളജിനെ പറ്റി പറയുന്നുണ്ട്. റിപ്പബ്ലിക്കൻ ആയാലും മൊണാർക്കി ആയാലും അരിസ്റ്റോക്രസി ആയാലും അതിനെപ്പറ്റി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആയിട്ട് പറയുന്നത് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് തന്നെയാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ജോൺ ലോക്ക്, ലിബറൽ തിങ്കർ ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് ലിമിറ്റഡ് ഗവൺമെന്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ലിബറൽ തിങ്കർ ആയതുകൊണ്ട് തന്നെ ഒരു ലിബറൽ ഫോം ഓഫ് ഗവൺമെന്റിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അവിടുത്തെ സിറ്റിസൺ ആയിരുന്നു കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുത്തത്. എല്ലാ ലിബേർട്ടിയും അബ്സൊല്യൂട്ട് ഫ്രീഡം ആർക്കാണുള്ളത്? അവിടുത്തെ സിറ്റിസണിനാണ്, സബ്ജക്ട്സിനാണ്. ഗവൺമെന്റിന്റെ ആകെയുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുക ലൈഫ് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ. അവരുടെ ലൈഫും ലിബർട്ടിയും പ്രോപ്പർട്ടിയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു കടമ മാത്രമേ ഗവൺമെന്റിന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ദ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറീസ് ആണ്. ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ഒരു 1890s അതുപോലെ തന്നെ 1920s ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. ദിസ് വാസ് എ പീരീഡ് വെൻ ലിബറലിസം വാസ് ദ റെയിനിങ് ഐഡിയോളജി ആൻഡ് ദ യൂറോപ്യൻ കൺട്രീസ് എൻജോയ്ഡ് ഓവർവെൽമിംഗ് ഡൊമിനൻസ് ഇൻ ദ വേൾഡ് പൊളിറ്റിക്സ്. അതായത് ആ ഒരു സമയം എന്ന് പറയുന്നത് ലിബറൽ ഐഡിയോളജിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സമയമായിരുന്നു ഈ ഒരു ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പം യൂറോപ്യൻ കൺട്രീസ് ആണോ ഓഫ് കോഴ്സ് അവരായിരുന്നു ഒരു ഡൊമിനന്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഏഷ്യ ആയാലും ആഫ്രിക്ക ആയാലും ലാറ്റിൻ അമേരിക്ക ഒക്കെ നമ്മുടെ ഈ യൂറോപ്യൻ കോളനീസ് ആയിരുന്നു. ഈവൻ നമ്മുടെ ഇന്ത്യ അടക്കം ബ്രിട്ടൻ കോളനി ആയിരുന്നു. അപ്പം റെസ്റ്റ് ഓഫ് ദ വേൾഡ്, യൂറോപ്യൻ കൺട്രീസ് അല്ലാത്ത റെസ്റ്റ് ഓഫ് ദ വേൾഡിന് അവിടെ ഒരു വോയിസ് ഇല്ലായിരുന്നു. യൂറോപ്യൻ കൺട്രീസ് തന്നെയായിരുന്നു ഡൊമിനന്റ്. കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഡ്യൂറിംഗ് ദിസ് ഏജ് വാസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് യൂറോസെൻട്രിക്. ഈ ഒരു കാലഘട്ടത്തിലെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മിയർലി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് അങ്ങനത്തെ ബോഡീസിനെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അല്ലാതെ ഇലക്ഷന്റെ ബിഹേവിയർ, അതുപോലെ തന്നെ അവിടുത്തെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, ഇൻഡിവിജ്വൽ എങ്ങനെ പെരുമാറുന്നുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് യൂറോസെൻട്രിക് ആയിരുന്നു. കാരണം എന്താണ്, അവിടുത്തെ യൂറോപ്യൻ കൺട്രീസിനെ പറ്റി മാത്രമേ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ലാറ്റിൻ അമേരിക്ക ആയിക്കോട്ടെ, ആഫ്രിക്കൻ കൺട്രീസ് ആയിക്കോട്ടെ, ഏഷ്യൻ കൺട്രീസിനെ പറ്റി ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് ഒരു സുപ്രീം അതോറിറ്റി ആയിട്ട് മാറുകയാണ്. ഇവരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ബാർബറിക് ആണ്. അതായത് യൂറോപ്യൻസ് അല്ലാത്ത എല്ലാവരും ട്രഡീഷണൽ ആണ്, അതുപോലെ തന്നെ ബാർബറിക് ആണ്. അതോടൊപ്പം ഈ യൂറോപ്യൻസ് ആണ് സുപ്രീം ആയിട്ട് ഇരിക്കുന്നത്. നമ്മളെപ്പോഴും ഇൻഫീരിയർ ആണെന്നുള്ളൊരു തോട്ടായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവരുടെ കൺട്രീസിനെ മാത്രമേ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ മെയിൻ ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജെയിംസ് ബ്രൈസിന്റെ മോഡേൺ ഡെമോക്രസി ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പക്ഷെ അദ്ദേഹം അതിൽ ബ്രിട്ടൻ, അതുപോലെ തന്നെ ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ പറ്റി മാത്രമാണ് അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെർമൻ ഫൈനേഴ്സ് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് മോഡേൺ ഗവൺമെന്റ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട ബുക്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ആണ്. നമ്മുടെ ഇഗ്നോന്റെ എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി ഭാവിയിൽ വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ബുക്കാണ് ഇതൊക്കെ. പിന്നെ കാൾ ജെ ഫ്രെഡ്രിസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി, റോബർട്ട് മൈക്കിൾസിന്റെ പൊളിറ്റിക്കൽ പാർട്ടീസ്. റോബർട്ട് മൈക്കിൾസ് ആണ് ഒളിഗാർക്കിന്റെ കാര്യം ഓർമ്മ വരണം റോബർട്ട് മൈക്കിൾസിന്റെ പേര് കേൾക്കുമ്പോൾ. പിന്നെ വരുന്നത് മോറിസ് ഡുവേർജസിന്റെ പൊളിറ്റിക്കൽ പാർട്ടി. അദ്ദേഹവും പൊളിറ്റിക്കൽ പാർട്ടി 3 ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡിവിഷനും നടന്നത് എന്തിന്റെ അക്കോർഡിംഗ്ലി ആണെന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രീസിനെ പറ്റി മാത്രം പഠിച്ചിട്ടാണ് ആ ഒരു ഡിവിഷൻ അവിടെ നടന്നത്. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യൂറോസെൻട്രിക് ആണ്. These studies were Eurocentric, confined to the study of institutions, government and regime types in European countries like Britain, France and Germany. അപ്പം ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ യൂറോസെൻട്രിക് ആണ്. അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ്. എലക്ഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയൊന്നും പഠിക്കുന്നില്ല. ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ് പൊളിറ്റിക്സിനെ, പൊളിറ്റിക്കൽ പാർട്ടീനെ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. മിയർലി ഇൻസ്റ്റിറ്റ്യൂഷൻ, ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെന്റ്
എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇതിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. മെയിൻലി ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇത് ഓർത്ത് വെക്കണം. പിന്നെ എന്താണ്, ഫോർ എക്സാമ്പിൾ, ഡുവജേഴ്സ് 4 types of parties was distinct in relation with European countries only. നമ്മൾ നേരത്തെ പറഞ്ഞു. മൂവിംഗ് ഫോർവേഡ്, the studies were not truly comparative as they excluded many countries from their analysis. അപ്പം ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അവര് ഈ യൂറോപ്യൻ കൺട്രീസിനെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ള കൺട്രീസിനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ യൂറോപ്യൻ ഡൊമിനൻസ് ആണ്, ഒരു യൂറോസെൻട്രിക് അപ്രോച്ച് ആണ് അത്. ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വാസ് ഒബ്ലിറ്ററേറ്റഡ് ആസ് പീപ്പിൾ വിത്തൗട്ട് ഹിസ്റ്ററീസ്. അപ്പം അവിടെ എന്താണ്, നമ്മുടെ ഒരു അടിച്ചമർത്തുകയാണ്, നമ്മൾ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ബാർബറിക് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്, ട്രഡീഷണൽ ആണ്, അവരെക്കാട്ട് ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു തരം താഴ്ത്തൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫ്രാൻസ് ഫെനോന്റെ ബുക്സ് ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദ റെച്ച്ഡ് ഓഫ് ദ എർത്ത്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ദ ഡൈയിങ് കൊളോണിയലിസം എന്നൊക്കെ പറഞ്ഞ ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു കൊളോണിയലിസം അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ അവിടുത്തെ നേറ്റീവ്സിനെ ട്രോമാറ്റിക്കലി എത്രത്തോളം ബാധിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ബുക്സ് ഒക്കെ വായിച്ചാൽ മനസ്സിലാവും. These works were rooted in normative values of Western liberal democracy, which carried racial and civilizational superiority and assumed a prescriptive character for the colonies. അതായത് നേരത്തെ പറഞ്ഞ വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ, ജെയിംസ് ബ്രീസിന്റെ ആയാലും ഹെമോ ഫൈനറിന്റെ ആയാലും ഈ ഒരു കാലഘട്ടത്തിലുള്ള വർക്ക്സ് എന്നൊക്കെ പറഞ്ഞ യൂറോസെൻട്രിക് ആണ്. മെയിൻലി അവരുടെ വാല്യൂസിനെ എന്താണ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരു തിയറീസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളനീസിനെ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, യൂറോപ്യൻ കൺട്രീസ് അല്ലാത്ത ആളുകളിലേക്ക് കൂടി ഈ ഒരു വെസ്റ്റേൺ ട്രജക്ടറി അല്ലെ വെസ്റ്റേൺ ഫോർമുല ഇൻജക്ട് ചെയ്യാണ്. ഞങ്ങളാണ് യൂണിവേഴ്സൽ, ഞങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും അപ്ലിക്കബിൾ ആവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ മാത്രമേ നിങ്ങൾ മോഡേണൈസ് ആവുമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ബാർബറിക് ആണ്, നമ്മൾ ട്രഡീഷണൽ ആണ്, വെസ്റ്റിനെ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ഡെവലപ്പ് ആവുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള തോട്ട്സ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നത്തെ ഫേസ് ആണ് ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് ആഫ്റ്റർ. അപ്പം അതിന്റെ മുന്നേ എന്ന് പറയുന്നത് എന്താണ്, മെയിൻലി യൂറോസെൻട്രിക് ആണ്, അത് ഓർത്ത് വെക്കുക. ദ ബോൾഷെവിക് റെവല്യൂഷൻ ഇൻ 1970 at the Russia embarked the voice of suppressed under socialist ideology against capitalism and liberalism. ഈ ക്യാപിറ്റലിസം ലിബറലിസത്തിനും എതിരായിട്ട് ഒരു ഐഡിയോളജി വരികയാണ് സോഷ്യലിസം. അത് ബോൾഷെവിക് റെവല്യൂഷനിലൂടെയാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് റഷ്യയിൽ. ഡിക്ലൈൻ ഓഫ് യൂറോപ്യൻ ഹെജിമണി ആൻഡ് റൈസ് ഓഫ് USA. അതിനുശേഷം യൂറോപ്യൻ ഹെജിമണി ഡിക്ലൈൻ ചെയ്തു. പിന്നെ വരുന്നത് USA, ലിബറലിസം ആൻഡ് ക്യാപിറ്റലിസം. USAന്റെ ഒരു എന്താണ് അപ്ബ്രിങ്ങിങ്, അപ്ലിഫ്റ്റ്മെന്റ് ആണ് നമ്മൾ അവിടെ കണ്ടോണ്ടിരുന്നത്. USAയും റഷ്യയും തമ്മിലുള്ള ഡിഫറെന്റ് ബ്ലോക്സ് തമ്മിലുള്ള ഒരു ഹെജിമോണിക് എന്താണ് ഒരു വീലിംഗ് ആണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ യൂറോപ്യൻ ഹെജിമണി താഴ്ന്നു. After the Second World War, Britain's imperialism faded due to economical and political instabilities and colonies got independence. അപ്പം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്താണ് അവിടുത്തെ ബ്രിട്ടന്റെ പൊളിറ്റിക്കൽ ആയാലും അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവരും ക്രൈസിസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് എല്ലാ ഭാഗത്തുമുള്ള വേൾഡിന്റെ നാനാ ഭാഗത്തുള്ള കോളനീസ് ഒക്കെ ഫ്രീ ആക്കേണ്ടി വന്നു. അതിന് അവര് എന്താണ് കമ്പലായി, അല്ലെങ്കിൽ അവർക്ക് എന്താണ് കുറച്ചുകൂടി ക്രൈസിസിലേക്ക് അവർ പോകും. അതുകൊണ്ട് മാത്രമാണ് അവര് ഈ കോളനീസിനൊക്കെ ഫ്രീ ആക്കുന്നത്. അപ്പം അവിടെ ഡീകൊളോണൈസേഷൻ നടക്കുകയാണ്. ഡീകൊളോണൈസേഷൻ ഇൻ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് ഏഷ്യ, ഇവിടെയൊക്കെ ഡീകൊളോണൈസേഷൻ നടക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഇന്ത്യയും ഡീകൊളോണൈസ്ഡ് ആവുന്നത്. Till 1940s, the field of comparative politics was Eurocentric and institutional approach. നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് യൂറോസെൻട്രിക് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണ് 1940s വരെ. പിന്നെ ഫ്രം 1950s ബിഹേവിയറലിസം എമേർജ്, ട്രീറ്റിംഗ് പൊളിറ്റിക്സ് ആസ് സയൻസ് ആൻഡ് റിജക്ടിങ് വാല്യൂസ് ആൻഡ് നോംസ്. അപ്പം ഇതിന്റെ മുന്നേ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബിഹേവിയറലിസം വന്നപ്പോൾ കുറച്ചുകൂടി സയന്റിഫിക് ആയി. സയന്റിഫിക് മാത്രമല്ല, ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ കൂടി പഠിക്കാൻ തുടങ്ങി. ഹ്യൂമൻ ബിഹേവിയേഴ്സ്, നമ്മുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ് പൊളിറ്റിക്സിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറച്ചുകൂടി സയന്റിഫിക് ആകാൻ തുടങ്ങി. അരിസ്റ്റോട്ടലിന്റെ കാലഘട്ടത്തിൽ എന്താണ് നോർമാറ്റീവ് ആയിരുന്നു, വാല്യൂസിനെയും നോംസിനെയും ബേസ്ഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോറൽ വാല്യൂസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ബിഹേവിയറിസം വന്നപ്പോൾ കുറച്ചുകൂടി സയന്റിഫിക് ആയി റിസർച്ച് ഒക്കെ. ബിഹേവിയറലിസ്റ്റ് ഗിവൺ ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹൗ ഇറ്റ് റിഫ്ലക്ട്സ് ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് ദാറ്റ് കൺട്രി. അപ്പം
ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പം ഹ്യൂമൻ ബിഹേവിയറിലൂടെ ഇലക്ഷനിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പഠിക്കാൻ തുടങ്ങി. Roy McCready criticized the existing comparative studies for privilege in formal institutions over non-formal political process for being descriptive rather than analytical and case study oriented rather than genuinely comparative. അപ്പോൾ റോയ് മെക്രഡീസും ആദ്യത്തെ കമ്പാരിറ്റീവ് സ്റ്റഡി, അതായത് കമ്പാരിറ്റീവ് ഗവൺമെന്റ് മെത്തേഡ് മാത്രമായിരുന്നു അത്. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായി. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിരുന്നു, ഫോർമൽ ആയിരുന്നു, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു, അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അനലിറ്റിക്കൽ അല്ലായിരുന്നു. അങ്ങനെ റോയ് മക്രഡീസും അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. പിന്നെ വരുന്നത് ഹാരി എക്സ്റ്റൈൻ argued to reconceptualize the notion of politics and to develop a large scale comparison. അപ്പം കുറച്ചുകൂടി റീകോൺസെപ്റ്റലൈസ് ചെയ്യണം ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ലാർജ് സ്കെയിലിൽ കമ്പാരിസൺ നടക്കണം, നിയർലി ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം കമ്പയർ ചെയ്താൽ പോരാന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യൂറോപ്യൻ ഫ്രെയിംവർക്ക് വിൽ നോട്ട് ബി യൂണിവേഴ്സൽ ആൻഡ് അപ്ലിക്കബിൾ ടു ഓൾ. Nations are different and should be analyzed and studied in particular to understand the politics of that country. അപ്പം ഈ ഒരു യൂറോസെൻട്രിക് അപ്രോച്ച് മാറിയല്ലോ, യൂറോസെൻട്രിക് അപ്രോച്ചിന് വിടാം. അതിനുശേഷം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു യൂറോപ്യൻ ഫ്രെയിംവർക്ക് അവിടെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. അവിടെ പഠിച്ചിട്ട് അവിടെ ഒരു തിയറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തേക്കും അപ്ലിക്കബിൾ ആയിരിക്കില്ല. കാരണം എല്ലാ നേഷൻസും ഡിഫറെന്റ് ആണ്. അപ്പം എല്ലാ നേഷൻസിനെ പറ്റിയും പഠിച്ചാൽ മാത്രമേ അവിടെ ഒരു സയന്റിഫിക് റിസർച്ച് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്തടത്തോളം അതൊരു യൂറോസെൻട്രിക് അപ്രോച്ച് ആണ്. യൂറോപ്പിലെ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അതൊരു യൂറോപ്പ് സെൻട്രിക് അപ്രോച്ച് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഏഷ്യയിലെ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഓറിയന്റഡ് അപ്രോച്ച് ആണ്, ഓറിയന്റിനെ പറ്റി മാത്രം പഠിക്കുന്ന ഒരു അപ്രോച്ച് ആണ്. അപ്പം പഠിക്കുമ്പോൾ എല്ലാ നേഷൻസിനെ പറ്റി പഠിക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു തിയറി ഉണ്ടാകത്തുള്ളൂ. സ്റ്റാർട്ടഡ് ഗിവിംഗ് എ ഫോർമൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഗിവിംഗ് വേ ടു ബിഹേവിയറിസം. പിന്നെ ബിഹേവിയറലിസം വന്നു, പറഞ്ഞല്ലോ, ഹ്യൂമൻ ബിഹേവിയേഴ്സിന് പ്രാധാന്യം കൊടുത്തു, ഹ്യൂമൻ എങ്ങനെ പെരുമാറുന്നു, അത് എങ്ങനെ പൊളിറ്റിക്സിനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സയന്റിഫിക് ആവാൻ തുടങ്ങി. മോഡേൺ അപ്രോച്ചസ് ബൈ ഡേവിഡ് ഈസ്റ്റൺ, ആൽമോണ്ട് ആൻഡ് പവൽ പുഷ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇൻടു എ വൈഡർ അറീന. ഡേവിഡ് ഈസ്റ്റന്റെ സിസ്റ്റം അപ്രോച്ച്, അതുപോലെ തന്നെ ആൽമോണ്ട് ആൻഡ് പവലിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം, അതൊക്കെ മുന്നോട്ട് വരികയുണ്ടായി. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ വരും യൂണിറ്റിൽ പഠിക്കും. ഇത് ജസ്റ്റ് പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇറ്റ് സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അബൌട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, വോട്ടിംഗ് ബിഹേവിയേഴ്സ്, എലക്ഷൻ എക്സെട്ര. ഇതാണ് ബിഹേവിയറൽസിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇതിന്റെ മുന്നേ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഇതൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണലിസം ബൈ ആൽമോണ്ട് ആൻഡ് പവൽ, സിസ്റ്റം അപ്രോച്ച് ബൈ ഡേവിഡ് ഈസ്റ്റൺ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബൈ ദ യൂണിവേഴ്സൽ ഫ്രെയിംവർക്സ് ഓഫ് സിസ്റ്റംസ് ആൻഡ് സ്ട്രക്ചർ ഫങ്ഷൻസ് എനേബിൾ വെസ്റ്റേൺ സ്കോളേഴ്സ് ടു സ്റ്റഡി എ വൈഡ് റേഞ്ച് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം സ്ട്രക്ചേഴ്സ് ആൻഡ് ബിഹേവിയർ വിത്തിൻ എ സിംഗിൾ പാരഡിം. അപ്പൊ ഈ ഒരു രണ്ട് സിസ്റ്റം അപ്രോച്ച് വന്നതിന് ശേഷം അതൊരു യൂണിവേഴ്സൽ അപ്രോച്ച് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു ഫ്രെയിംവർക്കിലൂടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ രാജ്യത്തിലെയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായി. അതൊരു യൂണിവേഴ്സൽ ഫ്രെയിംവർക്ക് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടായി. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. എന്താണ് ഡേവിഡ് ഈസ്റ്റന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്, സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് ആരാണ്? അവിടുത്തെ പീപ്പിൾ ആണ്, സിറ്റിസൺസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഡിമാൻഡ്സ് ഉന്നയിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡ്സ് പല ഡിമാൻഡ്സും ആവാം. നമുക്ക് അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഫ്ലേഷന്റെ കാര്യങ്ങൾ ഉണ്ടാവും, വിലവർദ്ധനവ്, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊട്ടസ്റ്റിലൂടെയോ കാര്യങ്ങളിലൂടെയോ ഒക്കെ നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കും. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിൽ നടക്കുന്ന ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു ഡിമാൻഡ്സ് ഇവര് കേട്ട് കഴിഞ്ഞാല് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനിച്ച കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഔട്ട്പുട്ട് ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാം, പുതിയ പുതിയ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാം. ആ ഒരു ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ നമ്മൾ ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പം ഇതാണ് ആ ഒരു സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അതൊരു തിയററ്റിക്കൽ റെപ്രസെന്റേഷനിൽ ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞു തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം പറയുന്നത്. ഇവിടെ കുറെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഫാമിലി, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ പ്രഷർ ഗ്രൂപ്പ്സ്, മാസ് മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇവരൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുമല്ലോ. ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, അതിലേക്ക് ചെല്ലും. ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് പിന്നീട്
എന്താണ് ഇവരുടെ ഡിമാൻഡ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് അനുകൂലമായോ പ്രതികൂലമായിട്ടോ ഇവരുടെ ഡിസിഷൻസ് മെയ്ഡ് ചെയ്യും. ഇപ്പം റൂൾ മേക്കിംഗ്, റൂൾ അപ്ലിക്കേഷൻസ്, റോൾ അഡ്ജുഡിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും. അപ്പം റൂൾ മേക്കിംഗ് ഒക്കെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ വരും. ഇത് സെയിം അപ്ലിക്കേഷൻ തന്നെയാണ്, കാരണം പക്ഷെ ഇവിടെ കുറച്ചുകൂടി ആക്ടേഴ്സ് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. വി ആർ ദ പോയിന്റ്സ് ഔട്ട് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദിസ് പീരീഡ് ഓഫ് ദ 60s എന്ന് പറയുമ്പോൾ 1960s that most contemporary scholars of comparative politics came of the age. The new nations became for the most of these scholars living laboratories for the study of social and political change. അപ്പം കൂടുതലായിട്ട് യൂറോസെൻട്രിസിറ്റി ഒക്കെ മാറി ഈ ഒരു വേൾഡ് വാറിന് ശേഷം എല്ലാ കോളനീസും ഇൻഡിപെൻഡന്റ് ആയി. അപ്പം പുതിയ പുതിയ സ്കോളേഴ്സ് ഈ പുതിയ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺട്രീസിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ വേൾഡിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. ആ ഒരു ഏജ് ആണ് ഈ ഒരു 1960s എന്നൊക്കെ പറയുന്നത്. പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച്, ഡെവലപ്മെന്റലിസം, ഡിപ്പെൻഡൻസി തിയറി ഹാവ് ബീൻ എറൈസ്ഡ് ഡ്യൂറിങ് ദീസ് പീരീഡ്. ഈ ഒരു 1964 ഏജിലൊക്കെയാണ് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച്, ഡെവലപ്മെന്റലിസം, ഡിപ്പെൻഡൻസി തിയറി മെയിൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. A.G. ഫ്രാങ്കിന്റെ ഡിപ്പെൻഡൻസി തിയറി. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ എക്കണോമിക് അപ്രോച്ചിൽ പഠിക്കും. ഇതൊക്കെ മെയിൻ ആയിട്ട് വന്ന ഒരു ഏജ് ആണ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്, 1960s എന്ന് പറയുന്നത്. അത് മേജർ ആയിട്ടുള്ള തിങ്കേഴ്സ് അല്ലെങ്കിൽ സ്കോളേഴ്സിന്റെ നെയിമോടെ കൊടുത്തിട്ടുണ്ട്. അൽമോണ്ട് ആൻഡ് പവൽ, അതുപോലെ തന്നെ കോൾമാൻ. അൽമോണ്ട് ആൻഡ് പവലിന്റെ ആണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. പിന്നെ ലൂസിയൻ പൈന്റെ ഡെവലപ്മെന്റലിസിനെ പറ്റി പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റലിസം. അദ്ദേഹം ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു സ്കോളറാണ്. ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞുള്ള ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടായി. പിന്നെ ഡേവിഡ് ഈസ്റ്റന്റെ സിസ്റ്റം തിയറി, അതുപോലെ തന്നെ സിഡ്നി വെർബ, കാൾ ഡ്യൂസ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ തിയറി. അത് മെയിൻലി ഇന്റർനാഷണൽ റിലേഷനിലാണ് കാൾ ഡ്യൂസ്റ്റിന്റെ ഒരു തിയറി വരുന്നത്. പക്ഷെ അത് ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്തെടുത്തതാണ്. ആർ സം പ്രൊമിനന്റ് സ്കോളേഴ്സ്. ഇവരൊക്കെയാണ് പ്രൊമിനന്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് വരുന്നത്. ദ തിയറീസ് ഓഫ് മോഡേണൈസേഷൻ ബൈ ആപ്റ്റർ, റോക്കൻ, എയ്സൻസ്റ്റർ ആൻഡ് വേർഡ് and the theory of political development by Almond, Coleman, Pye and Verba also claimed universal relevance. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയിട്ട് ഇവിടെ കൊടുത്തുന്നുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് പഠിക്കാനല്ല. കൂടുതലായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ് ഒന്നും മതിയാവില്ല. അത്രയും വൈഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇതൊക്കെ. അപ്പൊ മൂവിംഗ് ഫോർവേഡ്, ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് ഇൻ ദിസ് ഫേസ് കോയിൻസൈഡഡ് വിത്ത് ദ ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ത്രൂ മിലിറ്ററി അലയൻസസ് ആൻഡ് ഫോറിൻ എയ്ഡ്. അപ്പൊ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് മെയിൻലി ഒരു യു എസിന്റെ ഒരു എന്താണ് ഫോറിൻ പോളിസി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് കൂടിയായിരുന്നു. അപ്പം അവര് പ്രൊജക്ട് കാമലോട്ട് എന്ന് പറയുന്ന ഒരു ഫോറിൻ പോളിസി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താണ് പ്രൊജക്ട് കാമലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മിലിറ്ററിന്റെ ഇൻവോൾവ്മെന്റ് കൂട്ടിയിട്ട് എല്ലാ രാജ്യത്തെയും ഡെവലപ്പ് ആക്കുക. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻലി യു എസിന് മിലിറ്ററി ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഇവര് ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് അവരുടെ മിലിറ്ററി ഡെവലപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരു ഫാൾസ് റിസർച്ച് പോലെ അവർ പറയുന്നത് എന്താണ്, ഈ ഒരു മിലിറ്ററി എന്താണ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ കൺട്രി ഡെവലപ്പ് ആവുന്നുള്ളൊരു റിസർച്ച് ഇവർ മുന്നോട്ട് വെക്കുന്നു. അപ്പം മെയിൻലി ഇവരുടെ ഫോറിൻ പോളിസി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു ഏജ് കൂടെയാണ് ഈ ഒരു 1960s എന്നൊക്കെ പറയുന്ന ഏജ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. പിന്നെ വന്നത് എന്താണ്, ഡെവലപ്മെന്റലിസം വാസ് പെർഹാപ്സ് ദ ഡൊമിനന്റ് കോൺസെപ്ച്വൽ പാരഡൈം ഓഫ് ദിസ് ടൈം. ഡെവലപ്മെന്റലിസം ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പാരഡൈം. അതായത് ഡെവലപ്മെന്റലിസം ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്യാപിറ്റലിസം ആണ്, ലിബറൽ എക്കണോമിയാണ്. അത് എന്താണ് സോഷ്യലിസത്തിനും അതുപോലെ തന്നെ മാർക്സിസത്തിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണ് ഡെവലപ്മെന്റലിസം എന്ന് പറയുന്നത്, മോഡേണൈസേഷൻ തിയറി. പക്ഷെ അതൊക്കെ പിന്നെ നമ്മൾ പൊളിറ്റിക്കൽ അപ്രോച്ചിൽ പഠിക്കും, മോഡേണൈസേഷൻ തിയറി, പിന്നെ അതിന് എതിരായിട്ട് വന്ന ഡിപ്പെൻഡൻസി തിയറി ഒക്കെ പറ്റി. ഈ ഡെവലപ്മെന്റലിസം എന്ന് പറയുന്നത് ക്ലോസ്ലി ക്യാപിറ്റലിസം ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ടു കൗണ്ടർ ദ അപ്പീൽസ് ഓഫ് മാർക്സിസം, ലെനിനിസം ആൻഡ് സ്റ്റിയർ ദം ടുവേർഡ്സ് എ നോൺ കമ്മ്യൂണിസ്റ്റ് വേ ടു ഡെവലപ്മെന്റ്. അതായത് ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിനെയും മാർക്സിസത്തിനെയൊക്കെ സപ്രസ് ചെയ്തിട്ട് ഒരു ലിബറൽ ഡെമോക്രസി അല്ലെങ്കിൽ ലിബറൽ ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രസിയിലൂടെ മറ്റ് കൺട്രീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു രീതിയാണ് ഈ ഡെവലപ്മെന്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ക്ലാസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി
ബാക്കി പാർട്ട് എന്ന് പറഞ്ഞ ഈ യൂണിറ്റ് 1ന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തൊരു ദിവസം പഠിക്കുന്നതാണ്. താങ്ക് യു.